എല്ലാവർക്കും അറിയാവുന്നവർ തന്നെയാണ്. ഒരാള് നമ്മുടെ മലയാളക്കരയിൽ തന്നെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള മാഹി മൂവാറ്റുപുഴയാണ്. നമസ്കാരം. നമസ്കാരം മാഹിക. അടുത്തയാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർന്നു വരുന്നൊരു കലാകാരി അജി എന്നാണ് കുട്ടിയുടെ പേര്. നമ്മുടെ സിവിൽ തോട്ടങ്ങൾ എന്ന് പറയുന്ന ചേട്ടന്റെ കൂടെ ഡയറക്ഷൻ ചെയ്ത ഒരു ആൽബത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ചേലത്ത് സുന്ദരി ചേലത്ത് പെണ്ണ് അതെല്ലാവരും കാണണം. അപ്പൊ അതിന്റെ നായികയായിരുന്നു ആ കുട്ടി. അപ്പൊ ആ കുട്ടീനെയും കൂടെ ഞാനിവിടെ പരിചയപ്പെടും. അപ്പൊ മാഹിക, എന്തൊക്കെയാണ് ഓണത്തിന്റെ വിശേഷങ്ങൾ? എല്ലാവർക്കും അറിയാം. വയനാട് ദുരന്തം കേരളക്കരയിലെ മൊത്തം ജനങ്ങൾ മൊത്തം അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തമാണ്. പിന്നെ അതിപ്പോ നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് വേദനയുണ്ട്. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രോഗ്രാമുകൾ നല്ലൊരു കുറയ്ക്കും അല്ലെ? അജിയുടെ ചേലത്തുപെണ്ണ് നല്ലൊരു ഇതായിരുന്നു. കാരണം സിവിൽ കോർട്ടുകളുടെ ഒരു വർക്ക് സൂപ്പറായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേമാതിരി എൻ്റെ ഒരു വർക്ക് ഓണസമ്മാനം അസലായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തിരുവോണനാളിലെ വിശേഷങ്ങൾ നിങ്ങളൊരു പറഞ്ഞ കേട്ടില്ല. പപ്പടം പായസം കൂട്ടി അടിക്കണം. അല്ല, വർക്കുകളുടെ കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് എല്ലാം ഒരു ഡൗൺ ആണ്. പിന്നെ ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോ ആസാദി കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഷെഡ്യൂള് കഴിഞ്ഞു. അതൊരു ഞങ്ങൾ കുറച്ച് നാളായി അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട്. പക്ഷെ അത് പയ്യെ ചെയ്ത കാരണം കാണാനായിട്ട് നല്ലൊരു മൂവി തന്നെയായിരിക്കും. നല്ല വിജയം തന്നെയായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ റിലീസിംഗ് ഉണ്ട്. പിന്നെ ഇന്നൊരു ആൽബത്തിന്റെ റിലീസിംഗ് ഉണ്ട്. എങ്ങനെ പോകുന്നു. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും മോഡലിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, വർക്കുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അറിയാലോ നമ്മുടെ ഹേമ കമ്മിറ്റി വന്ന കാരണം ഡിസ്റ്റൻസിട്ടേക്കുന്നല്ലേ. അത് ഹേമ കമ്മിറ്റി കുറച്ച് പണി തന്നിട്ടുണ്ട്. കാരണം അത് ജനങ്ങൾക്കിടയിലേക്ക് അതൊരു നെഗറ്റീവായിട്ട് പോയിട്ടുണ്ട്. ഒത്തിരി കമന്റ്സ് ഞാൻ കണ്ടു. സൂര്യ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്. കാരണം ഈ ഹേമ കമ്മിറ്റിയുടെ ഇത് വന്നപ്പോൾ തന്നെ കുറെ സ്ത്രീകൾ അത് വെച്ച് ചൂഷണം ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനൊരു സ്ത്രീ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും അത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് ഭയങ്കര മോശമാണ്. എല്ലാവരും കലാകാരന്മാരാണ്. ആണുങ്ങള് സ്ത്രീകള് പരിഗണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ജനങ്ങളായാൽ പോലും സിനിമ കാണരുത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയേക്കുന്നത് നമ്മളെ പോലെയുള്ള ചെറിയ ചെറിയ കലാകാരന്മാർക്ക് ഭയങ്കര ഏറ്റവും വലിയ അടിയാണ്. ജനങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമാണ് നമ്മുടെ സിനിമകളെല്ലാം വിജയിക്കുന്നത്. അതല്ലാതെ ചുമ്മാ നമ്മള് സിനിമയിൽ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യമില്ല. അപ്പൊ ആ ഒരു ഇതൊക്കെ വന്ന കാരണം കുറച്ചൊരു നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നല്ല സ്മൂത്തായിട്ട് ഇപ്പൊ വീണ്ടും ഓടി തുടങ്ങും. കുഴപ്പമൊന്നുമില്ല. എല്ലാ സിനിമകളും മുമ്പിലേക്ക് വന്നു തുടങ്ങി. പിന്നെ ഇനിയുള്ള ജനങ്ങളുടെ സപ്പോർട്ട് മാത്രമേ നമുക്ക് വേണം. നല്ല വിശേഷങ്ങളാണ്. കാരണം പ്രോഗ്രാമുകളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ ജനങ്ങളൊക്കെ തിരിച്ചറിയുന്നതിൽ വളരെ സന്തോഷമാണ്. കാരണം അത് കലാകാരന്മാരുണ്ട് അല്ലേ? അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ അജിയുടെ വർക്കുകളൊക്കെ നല്ലപോലെ. അപ്പോൾ അജിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പപ്പളപ്പടം പായസം കിട്ടി. അപ്പൊ നമ്മളെ വിളിക്കുന്നില്ല അല്ലേ? പിന്നെ ഇക്കാല വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭാര്യ മക്കള് ഉമ്മയും പാർട്ടയും ഇതാണ് എൻ്റെ പേര്. പിന്നെ എനിക്കൊരു ശിശുക്കളുള്ള ആളുകൾ ഇതാണ് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ ഓണത്തിന് എല്ലാവരും കാണിക്കുന്നതുകൊണ്ട് പോകും അതൊക്കെ തന്നെ. അജിയുടെ വീട് സ്വന്തം വീടിൻ്റെ പിന്നല്ലേ അതൊക്കെ ഇത് രസമാണ്. എല്ലാ
നല്ലൊരു തിരുവോണാശംസ ഞങ്ങൾ 3 പേര് എല്ലാവർക്കും ഓണാശംസ